Hello friends, welcome to our channel. എൻ്റെ പേര് Asha Vineeth. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ദാൽ ഫ്രൈ അല്ലെങ്കിൽ ദാൽ തടുക്ക അല്ലെങ്കിൽ മലയാളത്തിൽ പരിപ്പ് കറി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു വേർഡേ പറയുള്ളൂ, വാവ്. ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ദാൽ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുപയർ പരിപ്പ് ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തുവരപ്പരിപ്പ് മാത്രം എടുത്താൽ മതി. ചെറുപയർ പരിപ്പ് ഇടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാൻ ശ്രമിക്കാം. ഞാൻ ഇതുപോലെ തന്നെ ഒരു സാമ്പാർ റെസിപ്പീസിലും അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഒരു സാമ്പാർ റെസിപ്പി ഉണ്ട് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്നത്. ആ ചെറുപയർ പരിപ്പ് ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ദാൽ ഫ്രൈയിലും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി എടുത്തിരിക്കുകയാണ്. നമുക്ക് കുക്കറിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവാണ്. 1 ടീസ്പൂണോളം നമുക്ക് ഉപ്പും ചേർക്കാം. ആദ്യം ചെറുപയർ പരിപ്പും തുവരപ്പരിപ്പും കൂടി കഴുകിയതിട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തു, പിന്നെ ഉപ്പ് ചേർത്തു. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർക്കണം. അതിന് 2 കപ്പ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ചേർക്കണം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ ഓരോരോ കമ്പനിയുടെ ഇതനുസരിച്ചൊക്കെ പലതും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. നമുക്കിവിടെ വേവും, അതായത് പരിപ്പ് വേവണ സമയവും അതുപോലെ തന്നെ വെള്ളം അത് വലിച്ചെടുക്കുന്ന സമയമൊക്കെ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതാണ് പറഞ്ഞു തരുന്നത്. 2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ, അത് നമുക്ക് കുക്കിംഗ് ഓയിൽ കുറച്ച്, എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഗ്യാസിൽ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ അത് പുറത്തേക്കൊക്കെ ഭയങ്കര ചീറ്റി പോകും. അപ്പോൾ അത് അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ എന്നൊക്കെ പറയാം, കുറച്ച് ചേർത്തു. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കതുപോലെ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 6 വിസിൽ വരണ വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. പ്രഷർ കുക്കർ അടച്ചു വെച്ചു. ഞാൻ ഇതിന്റെ വെയിറ്റ് ഇടുകയാണ്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഫ്ലെയിം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 6 വിസിൽ, ഒരു 5 തൊട്ട് ഒരു 6 വിസിൽ വരെ മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. അത് കഴിഞ്ഞിട്ട് 6 വിസിൽ വന്ന ശേഷം തീ ഓഫ് ആക്കിയിട്ട് അതിന്റെ പ്രഷർ മുഴുവൻ പോകണ വരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് അത് ഇങ്ങനെ വലിച്ച് പ്രഷർ കളഞ്ഞൊന്നും എടുക്കരുത്, വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉദ്ദേശം ഓയിൽ ഒഴിക്കാം. കാരണം നമുക്ക് സവാള വഴറ്റണം, അതുപോലെ തന്നെ തക്കാളിയൊക്കെ വഴറ്റേണ്ടി വരും. അപ്പൊ അത് ഉദ്ദേശിച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഈ ഓയിലൊന്ന് ചൂടാവണം. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. എന്നിട്ട് ഈ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കണം. അതുപോലെ തന്നെ നമുക്കൊരു 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 വറ്റൽമുളക് ചേർക്കാം. ഒന്ന് ഞാൻ നേടുക കീറിയിട്ട് ചേർക്കുക. പിന്നെ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഒരു 6 വെളുത്തുള്ളി ചതച്ചത് ചേർക്കണേ. നമുക്കിത് ഒന്ന് ഇളക്കാം. ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു മണവും ആ ഒരു പച്ചച്ചോവയൊക്കെ ഒന്ന് മാറണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉടനെ തന്നെ ഇനി സവാള ചേർക്കാൻ പോവാണ്. അപ്പോൾ ആ വെളുത്തുള്ളി അത്ര അങ്ങോട്ട് വഴറ്റി കിട്ടില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് കളറാകുമ്പോഴേക്കും നമുക്ക് ഒരു സവാളയാണ് കേട്ടോ, വളരെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവാള എടുക്കണം, അത് ചേർക്കണം. ഈ സമയത്ത് വെളുത്തുള്ളിയൊക്കെ ധാരാളം കഴിക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മാത്രമല്ല എപ്പോഴാണെങ്കിലും നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വെളുത്തുള്ളി ധാരാളം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുക. ഈ ദാൽ ഫ്രൈക്ക് നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല. പരിപ്പ് എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അതുപോലെ തന്നെ സവാള, പിന്നെ തക്കാളി ഒക്കെ എന്തായാലും എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. സാമ്പാറൊക്കെ എപ്പോഴും ഉണ്ടാക്കി മടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് മാറ്റി പിടിക്കാം എന്നൊക്കെ തോന്നുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു ജീരക റൈസ്, അതുപോലെ തന്നെ വെറൈറ്റി റൈസിന്റെ ഒപ്പം പിന്നെ ചപ്പാത്തി, ഇതിൻ്റെയൊക്കെ ഒപ്പം നല്ല ഒരു ടേസ്റ്റാണ് ഈ
ദാൽ ഫ്രൈ, ദാൽ തടുക്ക എന്നൊക്കെ പറയും. നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ ഇത് യൂസ് ചെയ്യാറ്. അപ്പൊ ഇതിന്റെ കളർ ഒരുവിധം ചേഞ്ച് ആയിട്ട് അതിന്റെ ആ ഒരു വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി. നമുക്ക് ഇതിലോട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള ചേർത്ത ശേഷം വേണമെങ്കിൽ കുറച്ച് നമുക്കൊരു ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേഗം വഴറ്റി കിട്ടാനായിട്ട്, നമുക്കിതിന്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നന്നായിട്ട് വഴറ്റി കിട്ടണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ പരിപ്പൊക്കെ വേവിച്ച് വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂടുതൽ ഉപ്പാവും. അപ്പോൾ കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ടൊന്ന് വേഗം വഴറ്റിയെടുക്കാനായിട്ട് അങ്ങനെ ഉപ്പ് ചേർക്കുകയാണ്. ഒന്ന് നന്നായിട്ട് വഴറ്റി കിട്ടണം. അതിൻ്റെ കളറൊക്കെ മാറി വഴറ്റി കിട്ടാൻ നോക്കുക. ഇതിലോട്ട് നമുക്കൊരു ബേ ലീഫും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിനൊപ്പം ഒരു നല്ലൊരു മണമൊക്കെ വന്നോളും. മുടുക്കിടന്നിട്ട് അങ്ങോട്ട് വഴറ്റി ഇത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഇത് ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് അതും വഴറ്റിയെടുക്കണം. അതിനായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കണം. അധികമൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർക്കണുള്ളൂ. ഇത് നന്നായിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കുക, അതിൻ്റെ ആ ഒരു മണം പോകാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തിളച്ച വെള്ളം ചേർക്കാം. കുറച്ച് ആദ്യം ചേർക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പരിപ്പും ചെറുപയർ പരിപ്പും ഒക്കെ കൂടി വേവിച്ചത് ചേർക്കാം. അപ്പോൾ ഈ പരിപ്പൊക്കെ ഇരിക്കുന്തോറും കുറുകി അത് കട്ടിയായിട്ട് പോകും കേട്ടോ. അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ഇനി വെള്ളം ചേർക്കണം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർക്കാം. കാരണം ഇത് ഭയങ്കര കട്ടിയാണ്. ചിലർക്ക് കൂടുതൽ തിക്കായിട്ടിരിക്കണമായിരിക്കും ഇഷ്ടം. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇരിക്കുന്നതോറും അത് കുറുകി പോകും. അതുകൊണ്ട് കുറച്ചും കൂടി നല്ല തിളച്ച വെള്ളം ചേർക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കണം. എന്നിട്ട് അതിനനുസരിച്ച് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം എല്ലാം കൂടി നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ഇതിൽ ഒന്നും കൂടി നന്നായിട്ട് ആ പരിപ്പിലൊക്കെ പിടിച്ചോളും. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത്രയും മതി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, തിളച്ച വെള്ളം ആണ് ചേർക്കേണ്ടത്, പച്ചവെള്ളം അല്ല കേട്ടോ. തിളച്ച വെള്ളം ചേർക്കുമ്പോൾ അതിനനുസരിച്ച് വെള്ളം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്, തിക്ക് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി. കുറച്ച് ലൂസായിട്ട് കിടക്കണം എന്ന് തോന്നുന്നവർക്ക് തിളച്ച വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കുക. അങ്ങനെ ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. എങ്കിലാണ് അതെല്ലാം കൂടി നന്നായിട്ട് ആ മസാലയും ഇതൊക്കെ പിടിച്ച് ശരിയാവുള്ളൂ. അപ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നുന്നുള്ളവർക്ക് ആ സമയത്ത് അതൊക്കെ കൂടി ചേർത്തിട്ട് വേണം അടച്ചു വെച്ചിട്ട് പിന്നെയും ഒന്ന് തിളപ്പിച്ചെടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇവിടെ മല്ലിയില ഒക്കെ കിട്ടാൻ ഭയങ്കര വിഷമം ഈ സമയത്ത്. അതുകൊണ്ട് കുറച്ചേ ഞാൻ ചേർക്കണുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കുറേ ചേർത്തേനെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദാൽ കറിക്കൊക്കെ. പിന്നെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് നെയ്യിൻ്റെ അളവ് എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർക്കാം. നല്ലതാണ് ഈ ദാൽ കറിക്കൊക്കെ നെയ്യൊക്കെ ചേർക്കണത്. അപ്പോൾ ഈ മല്ലിയില അതുപോലെ തന്നെ നെയ്യൊന്നും ചിലവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദാൽ കറി, നല്ല അടിപൊളി ദാൽ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കട്ടയായിട്ടാണ് നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ചത് കിട്ടിയെങ്കിൽ കട്ട ഉടച്ച് വെക്കുക. ഉടച്ച് എടുത്തിട്ട് അത് അടച്ചു വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല ദാൽ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ചപ്പാത്തിക്കും, ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി റൈസിനും, അതുപോലെ വേണമെങ്കിൽ കുബൂസ്, ഇതിനൊക്കെ ഞങ്ങളൊക്കെ കൂട്ടി കഴിക്കാറുണ്ട് കേട്ടോ. കറിയൊക്കെ ഒരു ടേസ്റ്റ് നമ്മൾക്കാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്തിനു കൂട്ടി കഴിക്കണം എന്നുള്ളത്. അതൊക്കെ നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ കറിയുടെ രുചി അനുസരിച്ച് നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ, ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി.